ഈ കൺസൾട്ടിങ്ങിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല ഹരിപ്രിയ, ഈ പലപ്പോഴും ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൺസൾട്ടിങ്ങിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ സെക്കൻഡ് ജനറേഷൻ ബിസിനസ്സുകാർ ആ ബിസിനസ്സിൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ കൺസൾട്ടൻസിക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്താണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ബാക്കി എല്ലായിടത്തും ഈ ഫൗണ്ടർ അല്ലെങ്കിൽ ഓൺട്രപ്രണർ നമ്മുടെ കൂടെ ഉണ്ടാവും ചേഞ്ചിന്. ഇപ്പം നമ്മളൊരു കൺസൾട്ടൻസി പ്രൊജക്റ്റിൻ്റെ എഗ്രിമെൻറ്റ് വെക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ഫൗണ്ടേഴ്സിനോട് പറയാറുണ്ട്, ഞങ്ങൾ ചേഞ്ച് കൊണ്ടുവരും, ഞങ്ങൾ നിങ്ങളുടെ ബിസിനസ് ചേഞ്ച് ചെയ്യും, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് ഞങ്ങൾ കൂട്ടും, ഇതെല്ലാം പറയാറുണ്ട്. പക്ഷെ പറയുകയാണെങ്കിൽ പോലും നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ സെക്കൻഡ് ജനറേഷൻ ആയിരിക്കും ചിലപ്പോൾ CEO, സെക്കൻഡ് ജനറേഷൻ ആയിരിക്കും ചിലപ്പോൾ നിലവിൽ മാനേജിങ് ഡയറക്ടറൊക്കെ. പക്ഷേ ഫസ്റ്റ് ജനറേഷൻ ഇത് സ്ഥാപിച്ചു ചിലപ്പോൾ 80s 90s സ്ഥാപിച്ച ആളായിരിക്കും ഇത് ഇപ്പോഴും എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ ചെയർമാനായിട്ടോ അവിടെ ഇരിക്കുന്നത്. പുള്ളി തന്നെ ആയിരിക്കും പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ ഡിസിഷൻസിന്റെ അപ്രൂവൽസ് ഒക്കെ. പുള്ളിയുടെ സ്ഥാപനമാണ്, പുള്ളിയുടെ ബേബിയാണ്, പുള്ളി ഉണ്ടാക്കിയതാണ്, പുള്ളി വളർത്തി വലുതാക്കി ഒരു സ്റ്റേജ് എത്തിയതിനു ശേഷം മക്കളെ കൊണ്ടുവന്നാണ്. സ്വാഭാവികമായിട്ടും മക്കളെ ഏറ്റെടുത്തതിനു ശേഷം പുതിയ കാലത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഈ സിസ്റ്റം ബിൽഡ് ചെയ്യുക. അപ്പം ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് പല പ്രൊജക്റ്റിലും പോകുന്ന സമയത്തൊക്കെ അത്തരം കമ്പനികളൊക്കെ പുതിയ ചേഞ്ച് കൊണ്ടുവരണമെന്ന് പറയുന്ന സമയത്ത് ഭയങ്കര പ്രതിസന്ധി നേരിടുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ CEO ലെവലിൽ അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ഓണേഴ്സുമായിട്ടൊക്കെ നമ്മൾ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഈ ചേഞ്ച് ഒരിക്കലും ഈ ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണേഴ്സ് സമ്മതിക്കില്ല. ഇതെന്ത് ഇങ്ങനെയൊന്നും വേണ്ട, ഞാൻ ഇത്രയും കാലം ഈ ബിസിനസ്സൊക്കെ വളർത്തിയത് ഇതൊക്കെ ഉണ്ടായിട്ടാണോ, ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പഴയ മെത്തേഡ് കീപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഹരിപ്രിയയുടെ അഭിപ്രായം, ഹരിപ്രിയക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള ബാഡ് എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ഈ ഒരു കേസിൽ? ഫാമിലി ബിസിനസ് എപ്പോഴും കൺസൾട്ട് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യും. അതൊരു വലിയ പ്രശ്നമാണല്ലേ. വേറെ ഏത് പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും, ഇത് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാറില്ല, ടാക്കിൾ ചെയ്യുന്നതിന് ഭയങ്കര പ്രതിസന്ധി നേരിടാറുണ്ട്. ഒരുപാട് ബ്രാഞ്ച് ഒക്കെ ഇപ്പൊ ഉണ്ടായിരിക്കും. എല്ലാ ബ്രാഞ്ചിലും ആള് ഡെയിലി വിസിറ്റ് ചെയ്യണം, അവിടുത്തെ അറ്റൻഡൻസ് നോക്കണം, അത് രജിസ്റ്ററിൽ തന്നെ കാണണം. അങ്ങനെയുള്ള ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ പുള്ളിക്കാരൻ ഇൻവോൾവ് ആയിരിക്കും. അതങ്ങനെ യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതെ, ഈ പ്രശ്നം പലയിടത്തും കാണാറുണ്ട്. പ്രത്യേകിച്ചും അവരെ ഓൾഡ് കൾച്ചർ അല്ലെങ്കിൽ ഓൾഡ് സ്കൂൾ കൾച്ചർ ബിസിനസ്സിൽ കൊണ്ടുവരും, എന്നിട്ട് ഇത് മാറ്റാൻ സമ്മതിക്കൂല. ഹരിപ്രിയക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മള് ചിലപ്പോ എംപ്ലോയീസ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോ അവരൊക്കെ ഭയങ്കര യങ് ആയിരിക്കും. പക്ഷെ ഈ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ഭയങ്കര ഓൾഡ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ പല കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ ഇവർ പറയുന്ന സംസാര രീതി, ഇവരുടെ പെരുമാറ്റങ്ങളോ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ഈ ന്യൂജൻ ഭാഷയിലൊക്കെ പറഞ്ഞ പോലെ പഴയ അമ്മാവൻ വസന്തങ്ങൾ, അപ്പുറത്തുള്ള വൈബൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ പലപ്പോഴും എംപ്ലോയീസിന്റെ കൾച്ചർ സെറ്റ് ചെയ്യുന്നതിലൊക്കെ ഭയങ്കര ഇഷ്യൂസ് വരാറുണ്ട് അല്ലെ. നമുക്ക് എംപ്ലോയീസ് അങ്ങനെ ഇരിക്കാൻ പാടില്ല, അവരിങ്ങനെ ഇരിക്കാൻ പാടില്ല. അതെ, ഒരിടത്തൊക്കെ ചെന്ന സമയത്ത് ഇവിടെ സംസാരിക്കാൻ പാടില്ല, എംപ്ലോയീസ് തമ്മിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ വെക്കുന്ന ക്ലയന്റുകളൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പൊ ഇതൊരു ആക്ച്വലി കൺസൾട്ടിങ്ങിൽ വലിയൊരു പ്രശ്നം. മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി ഒന്നുമല്ല. നമ്മൾ അവിടെ ശരിക്കും ഒരു ഡിപ്ലോമാറ്റിക് മൂവ്മെന്റിലൂടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ സ്ഥാപനത്തിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ അതിന്റെ സ്ഥാപനത്തിന്റെ എഫിഷ്യൻസി, പെർഫോമൻസ് നമ്മൾ കമ്മിറ്റ് ചെയ്തായിരിക്കും. ചിലപ്പോൾ 1 വർഷം 16 മാസമൊക്കെ കൂടെ നിന്നായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ ഇതിലേറ്റവും വലിയ തടസ്സം ഇതിന്റെ സ്റ്റാർട്ടിങ് ഫൗണ്ടർ ആകുമ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രതിസന്ധി പലപ്പോഴും കൺസൾട്ടിങ്ങിൽ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുള്ളത് അവരെ മെല്ലെ സംസാരിച്ച് കൺവിൻസ് ചെയ്ത് മെല്ലെ കൈകാര്യം ചെയ്ത് കൊണ്ടുവന്ന് നമ്മളെ ട്രാക്കിലേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസിനെ നമ്മൾ പരമാവധി സ്ഥാപനത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് നമ്മൾ കൊടുക്കുക ചെയ്യാം.